ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനിസ് കുട്ടി വേൾഡ്. ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ കലോത്സവത്തിന് പോയ വ്ളോഗാണ്. നാട്ടി വെച്ചാണ് കലോത്സവം നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി കണ്ടു നോക്കാം. പോയി താമസിച്ചു. പിന്നെ രാത്രിയായി, ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ചെല്ലുമ്പോഴേ ഫുള്ള് ലൈറ്റ്, നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങളൊന്ന് ആശ്രമ മൈതാനത്ത് ഒന്നാമത്തെ വേദിയിലാണ്. ഇവിടെ ഒരുപാട് വേദികളുണ്ട്. അവിടെ ഒന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ മാത്രമേ വന്നുള്ളൂ. വേറൊരു വേദി മൈതാനത്ത് അപ്പുറത്തുണ്ടായത്. ഞങ്ങൾ താമസിച്ചോണ്ട് അത് പോകാൻ പറ്റിയില്ല. ഇവിടെ കയറി ചെല്ലുമ്പോൾ ഒരു ആർട്ടാണ്. അവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്താൽ ഞാനും ഫോട്ടോ ഒക്കെ എടുത്തു. പെയിന്റ് ചെയ്ത് നല്ല രസമുണ്ട്. കളത്തിലാണ് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ മുഖമാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ കലോത്സവം കണ്ടിട്ടില്ല. കൊല്ലത്ത് വെച്ചാണ് ഞാൻ കലോത്സവം കാണുന്നത്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒത്തിരി ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കടകളും ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. ഞങ്ങൾ പോയപ്പോൾ അവിടെ തിരുവാതിരയിലെ മത്സരം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അവിടെ സ്റ്റേജിൽ ഇരുന്ന് കുറച്ച് മത്സരമൊക്കെ കണ്ടു. വേദിയിൽ മത്സരം ആരംഭിക്കുന്നു. കോഡ് നമ്പർ 106 ഫൈനൽ കോഡ്. സ്റ്റേജിൽ തിരക്ക് മൂലം കാണാൻ പറ്റാത്തവർക്ക് ഈ സ്ക്രീനിൽ കൂടെ കാണാം. ഇതുപോലെ 1-2 സ്ക്രീനൊക്കെ ഉണ്ട് ഇവിടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് അടുത്തുപോയി വ്യക്തമായിട്ട് കാണാം. തുളസിക്കതെടുത്ത് കണ്ണൊരു മാലൂരിൽ കെട്ടി എന്തെന്നും ചാത്താം ഞാൻ ചന്തത്തിൽ. ഇവിടെ കുട്ടികൾക്ക് പാട്ട് പാടാൻ പറ്റിയ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ഒരുപാടുണ്ട്. ഇത് എനിക്ക് ഫെസ്റ്റ് കാണുന്ന പോലെ തോന്നി. ശ്രീബാല എവിടെയാണ് വീട്? ഇവിടെ കൊല്ലം ജില്ലയല്ലേ? അതല്ലേ. കലോത്സവം കാണാൻ വന്നല്ലോ, മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നോന്നല്ലോ. മൈക്ക് പിടിച്ചു പറയാണല്ലോ. ആ, ഇപ്പൊ ഏത് പാട്ടാ പാടുന്നത്? ഓ, കറങ്ങി നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് പാനിപൂരി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ കഴിച്ച്. ഈ കലോത്സവം കാണാൻ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.